വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. യെസ്. കോഴിക്കോട് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് കറക്റ്റ് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എത്തണ്ട, കുറച്ച് താഴെയായിട്ട്, ചുരത്തിന് താഴെയായിട്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. എന്താ സംഭവം? അത് ഒഫ്താൽമോളജി, കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റിലെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന നേത്രപരിശോധകൻ. ആ, അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പിടികിട്ടിയത്. വേർപ്പിക്കേണ്ട ആവശ്യം വരും. നമുക്ക് കണ്ണിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലേ? പ്രശ്നങ്ങളുള്ളവരുണ്ടോ? കണ്ണിന് പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരുപാട് സന്തോഷം, കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച 3 മുഖങ്ങളാണ്. അപ്പോൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന വോയിസ് നാദർഷക്കാക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മേരാ നാം ഷാജി എന്ന സിനിമയിൽ ബൈജു ചേട്ടൻ്റെ ഒരു ഡയലോഗാണ്. ഓക്കെ. ആ, നിങ്ങളുടെ പേര് ഷാജി എന്നാണോ? ഞങ്ങളും ഷാജിമാരാ. ആ, ഇവിടെ ചിലവൊക്കെ ചില ഓഞ്ഞ പേരുകളുണ്ട്. ബിജു, ബൈജു, ആസിഫ്. ഞാൻ കോഴിക്കോടാണല്ലോ എൻ്റെ വീട്. അപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോടുള്ള ഒരാളെ ഞാൻ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. മറ്റൊരുമല്ല, നമ്മുടെ മാമുക്കോയൊക്ക അദ്ദേഹം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ലൈവായിട്ട്. ഹലോ, നമ്മള് പരിപാടി ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. ടി വിയിൽ പുറത്തൊക്കെ കാണുന്ന പരിപാടിയാണ്. പിന്നെ ഇവിടെ വരാൻ കാരണവും വേറൊന്നുമല്ല, ഈ തഗ്ഗുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തഗ് ഒന്നുമില്ല, ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ പിള്ളേർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഞമ്മക്കിനെ വിട്ടുതരികയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, ഇവിടെ ദാസനും ബിജനും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളൊന്ന് അറിയിക്കണം. ഒന്നുമില്ല, പണ്ട് 50,000 രൂപ കൊടുത്ത് വിസ കൊടുത്ത് പറഞ്ഞയച്ചാണ്, പിന്നെ നമ്മൾ കണ്ടില്ല. അപ്പോൾ ശരി, പോയിട്ട് വരട്ടെ. താങ്ക് യു. അടുത്തതായിട്ട് ബാലേന്ദ്രൻ സാറ്. സാർ, ഇക്കാലത്ത് പോലീസിന്റെ യൂണിഫോം ഇട്ട് സ്വാമി വിവേകാനന്ദന്റെ സൗഹൃദവും പറഞ്ഞുകൊണ്ടിരുന്നാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. അതുകൊണ്ട് എൻ്റെതായ രീതിയിൽ ദുംതരകിടതും. താങ്ക് യു. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയായിരുന്നു ലാലേട്ടൻ അഭിനയിച്ച ഒപ്പം എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ അകത്ത് ചെമ്പൻ വിനോദ്, അതുപോലെ തന്നെ മാമുക്കോയ, അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. ഒന്ന് എൻ്റെതായ രീതിയിൽ. എങ്ങോട്ട് മാറിക്കടോ? എന്താ തൻ്റെ പേരെ? നമ്മൾ ഒരു കുഞ്ഞായ്മത് ഇവിടുത്തെ സെക്യൂരിറ്റി ആണോ? അല്ല സാറേ, നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. എടോ കുഞ്ഞുമതേ, താൻ ചോദിക്കണ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ കേട്ടാ. ആദ്യം ശവം കണ്ടതാരാ? അത് ഫസ്റ്റ് ഞങ്ങളുടെ നമ്മൾ തന്നെയാണ്. അതെങ്ങനെ ശരിയാവണേ? എടോ, സംഭവം നടക്കുമ്പോൾ താൻ താഴെയല്ലേ? തന്നെ വന്ന് വിളിച്ചോണ്ട് ചേരാമനും. അപ്പൊ അയാളല്ലേ ആദ്യം കാണണേ? അല്ലല്ല, ഫസ്റ്റ് കണ്ടത് നമ്മൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇക്കാന്റെ കല്യാണം കഴിഞ്ഞാണോ? അതെ, നമ്മൾ 2 പെണ്ണിട്ടിട്ടുണ്ട്, 2-3 മക്കളും ഉണ്ട്. സെക്യൂരിറ്റി പണിയാണല്ലോ, അതപ്പോൾ അതുപോലെ പ്രശ്നമല്ലേ. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ ഈ അടുത്ത് വളരെ ഹിറ്റായി മാറിയ ഒരു സിനിമയായിരുന്നു ദൃശ്യം 2. അതിൽ ഭരത് ഗോപി സാറിൻ്റെ മകൻ മുരളി ഗോപി, അദ്ദേഹത്തിൻ്റെ. സാധിക്കും സാർ, സാധിക്കും സാർ. കഴിഞ്ഞ 2 വർഷമായിട്ട് പോലീസ് കേസിന്റെ പിന്നാലെയാണ്. യാതൊരു തരത്തിലുള്ള സിസ്റ്റമിക് സപ്പോർട്ടും ഞങ്ങൾ കേസ് കിട്ടിയിട്ടില്ല. ആൻഡ് മൈൻഡ് യു വൺ തിങ്, ദിസ് ഇസ് നോട്ട് എൻ ഇൻവെസ്റ്റിഗേഷൻ, ദിസ് ഇസ് എ കേസ് ഓഫ് റീഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് ദാറ്റ് മാൻ, ഹി ഈസ് എ ക്ലാസിക് ക്രിമിനൽ. ഹി ഗോട്ട് സ്കോട്ട് ഫ്രീ നൗ. താങ്ക്സ് ടു ഓൾ ഓഫ് us. പിന്നെ ഇവിടെ വന്നപ്പോൾ നസീർക്കയുടെ ഒരു വോയിസ് ചെയ്യാനൊരു പെർമിഷൻ. എന്നാ ചെയ്യണം. നമസ്കാരം കേട്ടോ, ഞാനാ കോട്ടയം നസീറ. എന്നടാ? എന്നോട് കോട്ടയത്താ, കറുവച്ചല്ല, പോയിട്ട് വരട്ടെ. അടുത്തതായിട്ട് കമ്മീഷണർ എന്ന സിനിമ, അല്ല വില്ലൻ, സുന്ദരനായ വില്ലൻ രതീഷ്, അദ്ദേഹവുമായിട്ട് ശ്രീ KPCC സണ്ണി നടനായിരുന്നു, അവരുമുള്ള ഒരു കോംബോ. ബന്ധെന്ന് പറഞ്ഞ ചെറിയൊരു ബന്ധല്ലടോ കമ്മീഷണറെ. ഓം വലിയൊരു സഹായം തന്നെ നമ്മളെ പാർട്ടിക്കും. എടോ കുഞ്ഞുമൊയ്തീൻ സാഹിബ്, തനിക്കൊരു വിചാരമുണ്ട്, ഈ മലബാർ ബെൽറ്റിൽ എൻ്റെ കാര്യങ്ങൾ നീക്കാൻ താ മാത്രമേ ഉള്ളൂ എന്ന്. പണ്ട് ചില്ലറ സഹായങ്ങൾ ഇങ്ങോട്ട് ചെയ്തല്ലോ എന്ന് കരുതി തൻ്റെ തോന്നൽ അങ്ങനെ തന്നെ ഞാനും വെച്ചതാ. പക്ഷെ അറിയാമല്ലോ സാഹിബിന്, ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർക്കണ പോലെ തന്നെ വളരെ എളുപ്പമാണ് മോഹനെ കഴിഞ്ഞെല്ലാം മറക്കാനും. വളരെ വളരെ എളുപ്പം. അടുത്തായിട്ട് ഈ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഇഷ്ക്. അതിലെ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ അബിക്കയുടെ മകൻ ഷൈനികവും
അഭിനയിച്ച സിനിമയായിരുന്നു. അതിൽ ഉള്ളൊരു കോംബോ അദ്ദേഹവും പിന്നെ ടോം ചാക്കോ. Okay, Shine Tom Chacko. അതെ, അവര് രാത്രികളിലൊരു കാറിന് എടുത്തുള്ള ആ ഒരു Conversation. Okay. ഇക്ക എൻ്റെ കൂടെ ഒന്ന് വന്നം. എന്താണ് ഇക്ക ഔട്ടാനും പാടില്ലേ? സച്ചിൻ ഔട്ടാറില്ലേ? എന്തൊരു കഷ്ടമാണ് ഇതിക്ക, നല്ല പോലെ അതാണ് ഔട്ടായി പോയത്. എൻ്റെ പൊന്നെ സാറേ, ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ, ചുമ്മാ വന്നാണ് സാറേ. ഇവിടെ എൻ്റെ വീടോ ഇവിടെ അടുത്ത് തന്നെ സാറേ, എറണാകുളത്താണ്. ഇവിടെ കോട്ടയത്താ സാറേ, ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. എടാ നീ എന്തിനാ ആദ്യം പറഞ്ഞേ? നീ പറഞ്ഞ നിനക്ക് സുഖമില്ലാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ അവർക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. ബ്ലാക്ക് ബോർഡ് സുഖമുള്ളത് നീ പറഞ്ഞോ? സത്യം പറയാൻ നിനക്ക് പോകാം. നീ പറഞ്ഞടാ, പറഞ്ഞോ? താങ്ക് യു. യെസ്, ഓക്കെ, സൂപ്പർ. യൂഷ്വലി ഈ കോൺവെർസേഷൻ്റെ ആളാണോ രണ്ടുപേരുടെ? അതാണോ കൂടുതലും? എനിക്ക് അതാണ് കുറച്ചുകൂടി ഒരു താല്പര്യം തോന്നാറ്. രാധിക എങ്ങനെ ഉണ്ടായിരുന്നു? ജയറിഷ അനുകരിക്കാൻ ശ്രമിച്ച ശബ്ദങ്ങൾ അടുത്ത് നിന്നു എന്ന് തോന്നിയത്, പെർഫെക്റ്റ് എന്ന് 100% അല്ല, അടുത്ത് നിന്നു എന്ന് തോന്നിയത് ഷൈനികവും ഷൈൻ ടോം ചാക്കോ അവർ തമ്മിലുള്ള കോംബോ. പിന്നെ മറ്റതെല്ലാം കുഴപ്പമില്ല എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ സത്യസന്ധമായിട്ട് പറയണ്ടേ. ഇപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ശബ്ദം ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. ഇപ്പോൾ കോട്ടയം നസീറാണെങ്കിൽ ചെയ്യും, സെലിംകുമാർ ആണെങ്കിൽ പണ്ട് കുറേ രാഷ്ട്രീയക്കാരുടെ, ഞങ്ങളൊക്കെ ആദ്യം ഈ സെലിംകുമാറിൻ്റെ ഒരു എന്താ പറയുക സ്റ്റേജ് ഷോകളിൽ അദ്ദേഹം ചെയ്തിരുന്ന രാഷ്ട്രീയക്കാരുണ്ട്, കുറേ രാഷ്ട്രീയക്കാർ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെ കാണിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒരു പയ്യൻ വിന്നറായി എന്ന് കേട്ടപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ കാസറ്റിലേക്ക്, സെലിംകുമാറിന് വിന്നറായതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയി കാസറ്റിൽ, അന്ന് വൈകുന്നേരം അല്ലേ, അന്ന് മഹാരാജസിൽ അവിടെ അവതരിപ്പിച്ചു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ കാസറ്റിലേക്ക് വേണ്ടിയിട്ട് വിളിച്ചു വന്നിട്ട് സലീമിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മളെ കാസറ്റിൽ ഉപയോഗിച്ച പുതുമ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നല്ലതാണ്. നമ്മൾ പുതിയ താരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ശബ്ദങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തെല്ലാം ആയി കഴിയുമ്പോൾ, പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ വരും. ചെറിയ പ്രാക്ടീസിന്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു. നന്നായി വരും. താങ്ക് യു. സലീമേട്ടാ? എനിക്ക് മറ്റ് പുതിയ ആളുകളുടെ എനിക്കത്ര വലിയ പിടുത്തം കിട്ടിയില്ല. ഈ മാമുക്കോയ ഇതായിരുന്നു, രതീഷ്, പിന്നെ ചെമ്പൻ വിനോദിന്റെ ശബ്ദം നല്ലായിരുന്നു. ആ ചെമ്പനും മാമുക്കോയും നന്നായിരുന്നു. ആ ചെമ്പൻ വിനോദും മാമുക്കോയും നന്നായിരുന്നു. അല്ലാതെ നല്ലത് തന്നെ പറയണം. അപ്പൊ അത് കോമ്പോ ചെയ്യാം, ഉറപ്പുള്ളത് മാത്രം ചെയ്യാം. തീർച്ചയായിട്ടും. നമുക്ക് ഒരുപാട് ഇത്ര സ്റ്റാർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ കോമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും. ആ, താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. നസീർക്കാ? ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷൻ ഉണ്ടോ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ? എനിക്ക് ഒന്നാമത്തെ ടെൻഷൻ കാരണം ഞാൻ ഇക്കയെ ഒരുപാട് നാട്ടിൽ ഫോൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാമെന്നറിയില്ല, കോഴിക്കോട് നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട് പറയും, അൻഷാദിന്റെ അനിയനമാരും ആള് ഞാനാണ്. ആ വിളിച്ചോണ്ടിരുന്ന ആള് ഞാനാണ്. ഓ ശരി, കുറെ നാളായി ഞാൻ അന്വേഷിക്കുന്നു. ടെൻഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, നമ്മളൊരാൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അറിയാൻ പറ്റും അയാൾ കോൺഫിഡൻ്റ് ആണോ ടെൻസ്ഡ് ആണോ എന്നുള്ളത്. നമ്മൾ എപ്പോഴും എന്താ പറയുക, കോൺഫിഡൻ്റ് അല്ല, ടെൻസ്ഡ് ആണെങ്കിൽ നമ്മൾ അൺബാലൻസ്ഡ് ആയിരിക്കും എപ്പോഴും. നമ്മുടെ നിപ്പ് എപ്പോഴും ഇങ്ങനെ എന്താ ഒരു അൺബാലൻസ്ഡ് നിൽക്കും. ഇപ്പം നിൽക്കുന്നില്ലേ, ഇപ്പം റിലാക്സ് ചെയ്താൽ നിൽക്കണം അല്ലേ? നേരത്തെ അതുണ്ടായിരുന്നു. എല്ലാ ഈ പറഞ്ഞ പോലെ ഇമിറ്റേറ്റ് ചെയ്ത എല്ലാ താരങ്ങളുടെ ശബ്ദം ഉണ്ട്, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കുറച്ചുകൂടെ എത്താനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മാമുക്കയുടെ ശബ്ദം ചെയ്തത് നമ്മളിതിനു മുമ്പ് ഞാനും ചെയ്തിട്ടുണ്ട്, അബീക്കൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ശൈലിയല്ല, കുറച്ചുകൂടെ മാമുക്കയുടെ റിയൽ ലൈഫുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നി അല്ലേ? കുറച്ചുകൂടെ ഒരു നാച്ചുറൽ വോയിസ്. മറ്റേതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതുവരെ കേട്ടില്ല മാമുക്കോയാണ്. എന്തെങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എന്താ അങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഇതല്ലാതെ ഒരിതുണ്ടായിരുന്നു, ലൈഫ് ഉണ്ടായിരുന്നു. ഈ കോംബോ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ കോംബോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം പടപടയുന്ന 2 ടോൺ മാറി എടുക്കുമ്പോൾ ആ ഡിഫറൻറ്റ് ഫീൽ ചെയ്യണം ആ ടോണിൻ്റെ. അത് വരും കുറെ കൂടെ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മൈക്ക് പിടിക്കുന്നതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ചെയ്യുന്ന എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളത്. പ്രാക്ടീസിൻ്റെ കുറവേ ഉള്ളൂ, എല്ലാം കയ്യിലുണ്ട്, തേച്ച് മിനിക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഗംഭീരമാവും. താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ കുറെ ടിപ്സ്, അതായത് ഈ പറഞ്ഞ പോലെ ഈ 3 പേരെ കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ടിപ്സ് കിട്ടിയത് അതൊരു വലിയ സന്തോഷം. മെഡൽ പോലെ സൂക്ഷിച്ചു വെച്ച് അതിനൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി എ സ്റ്റാർ.